യേശുനാഥൻ്റെ സുവിശേഷത്തിനായി യേശുവിനാൽ അയക്കപ്പെടുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ തൻ്റെ 12 ശിഷ്യന്മാരെ അരികെ വിളിച്ച് അവരെ സുവിശേഷ വേലയ്ക്കായി 2 പേർ വീതം അയക്കുന്നു. 3 ചിന്തകളിലൂടെ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. ക്രിസ്തുവിൻ്റേതാക്കി മാറ്റിയ ശിഷ്യഗണം. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് തൻ്റെ സ്വന്തമാക്കിയവരെ ലോകത്തിൻ്റെ സ്വന്തമാക്കുവാനും അതുവഴി ലോകം തൻ്റെ സ്വന്തമാക്കുവാനും വേണ്ടി നിയോഗിക്കുന്നു. ക്രിസ്തുവിൻ്റേതായി മാറുകയല്ല, ക്രിസ്തുവിൻ്റേതാക്കി മാറ്റുന്നവരാണ് ശിഷ്യന്മാർ. നമുക്ക് ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ സ്വന്തമായി നാം മാറുന്നതാണ്. അത് ക്രിസ്തു നമ്മെ വിളിക്കുകയും സ്വന്തമാക്കുകയും ചെയ്തതുകൊണ്ടാണ്. നാം ക്രിസ്തുവിനെ സ്വന്തമാക്കിയ സന്തോഷമായി അതുവഴി രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ക്രിസ്ത അനുഭവം എന്ന് പറയുന്നത്. ക്രിസ്തു എന്നെ സ്നേഹിക്കുമ്പോൾ, എന്നോട് അനുകമ്പ കാണിക്കുമ്പോൾ, എന്നോട് ക്ഷമിക്കുമ്പോൾ, എന്നെ ചേർത്തു നിർത്തി നീ എൻ്റെതാണ് എന്ന് പറയുമ്പോൾ എന്നിൽ അനുഭവപ്പെടുന്ന സന്തോഷത്തിൻ്റെ പേരാണ് ക്രിസ്താനുഭവം. ഈ ക്രിസ്തുവാനുഭവം പങ്കിട്ട് കൊടുക്കുന്നതിൻ്റെ പേരാണ് സുവിശേഷവൽക്കരണം അഥവാ സുവിശേഷവേല. ഇതിനു വേണ്ടിയാണ് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട 12 പേരെ ചേർത്തു നിർത്തുന്നത്. 2. ഈ 2 പേരായി അവരെ അയച്ചു. നിങ്ങൾ തനിച്ചാകരുതെന്ന ക്രിസ്തുവിൻ്റെ കരുതലാണിത്. 2 പേർക്ക് മധ്യയുള്ള ക്രിസ്തു അനുഭവത്തിനെ പങ്കിടലിൻ്റെ സ്നേഹം നൽകാനാകൂ. ക്രിസ്തു എപ്പോഴും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഒന്നായിരുന്നതുപോലെ 2 പേരെ ഒരുപോലെ വിളിച്ച കർത്താവ്, 2 പേരും ഒരുപോലെ സ്നേഹിക്കുന്ന കർത്താവ് അവരെ 2 പേരായി അയക്കുമ്പോൾ ഏകവും വിശുദ്ധവും സാർവത്രികവുമായ സഭയെയാണ് ക്രിസ്തു അവരുടെ വിശ്വാസത്തിലൂടെ ലോകത്തിലേക്ക് കൊടുത്തയക്കുന്നത് അഥവാ പറഞ്ഞയക്കുന്നത്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യം. യേശു ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യുവാൻ യേശു അവരെ അയക്കുന്നു. 3. യാത്രാ ആജ്ഞകൾ. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറയുന്നത്, ഞാൻ എടുക്കാത്തതൊന്നും നിങ്ങളും എടുക്കരുത്, ഞാൻ കൊണ്ടുപോകാത്തതൊന്നും നിങ്ങൾ കൊണ്ടുപോകരുത്. മറ്റൊരു കാരണം, യേശുനാഥൻ ഈ ആജ്ഞകൾ നൽകുവാൻ യഹൂദ റബ്ബിമാരുടെ നിലപാട് അനുസരിച്ച് ഭാണ്ഡമോ മറ്റ് സാധനങ്ങളോ എടുക്കരുത് എന്ന ഒരു നിഷ്കർഷ ഉണ്ടായിരുന്നു. കാരണം ഭാണ്ഡമോ സാധനങ്ങളോ ആയി വരുന്നവൻ യാത്ര ചെയ്യുന്ന വ്യാപാരിയാണെന്നോ മറ്റ് എന്തെങ്കിലും ഉദ്ദേശത്തോടുകൂടി കടന്നു വരുന്ന വഴിപോക്കനാണെന്നോ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു ബോധ്യം അന്നുണ്ടായിരുന്നു. ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ ആ സ്ഥലത്ത് നിന്ന് പോകുന്നത് വരെ അവിടെ തന്നെ താമസിക്കുവിൻ. ക്രിസ്തു ശുശ്രൂഷയുടെയും സുവിശേഷവൽക്കരണ ദൗത്യത്തിൻ്റെയും സ്ഥൈര്യമാണ് കർത്താവ് പറയുന്നത്. കർത്താവ് പറയാതെ പറയുന്നത്, നിങ്ങൾ അവിടെ നിന്ന് യാത്രയായാലും നിങ്ങളിലെ എൻ്റെ ചൈതന്യം ആ ഭവനത്തെ ദേവാലയമാക്കി മാറ്റും. മറ്റുള്ളവർക്ക് ആ ഭവനത്തിലൂടെ എന്നിലേക്ക് വരുവാൻ പാകത്തിന് അവിടെ യേശു ശിഷ്യരായി ആ ഭവനത്തെ ക്രിസ്തു രൂപാന്തരപ്പെടുത്തും എന്ന ഒരു നിശബ്ദ സത്യം കൂടി കർത്താവ് പറയുകയായിരുന്നു. അതാണ് ദേവാലയ സത്യവും. അവർ നിങ്ങളെ തിരസ്കരിച്ചാൽ പാദത്തിലെ പൊടി പോലും തട്ടിക്കളഞ്ഞ് അവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞത് ഈ ദൈവ ചൈതന്യത്തിന് വിരുദ്ധമായ ഒരു പൊടി സാന്നിധ്യം പോലും നിങ്ങളിൽ ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവിന് വേണ്ടി യാത്ര ചെയ്യാം. നമ്മുടെ യാത്രകളിൽ ക്രിസ്തു ഉണ്ടെന്ന് ഉറപ്പുവരുത്താം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കൂടെയുണ്ടെന്നരുളിയവൻ എന്നേശുനാഥൻ.
എന്നാലും